പരസ്യമാക്കി പ്രധാന നേതാക്കൾ രംഗത്തെത്തിയതോടെ KPCC പുനഃസംഘടന വീണ്ടും അനിശ്ചിതത്വത്തിലായി. പുനഃസംഘടന ചർച്ച ആരെങ്കിലും പടച്ചുവിടുന്നതാണോ എന്ന് സംശയമുണ്ടെന്ന് കെ മുരളീധരൻ പറഞ്ഞു. കൂടുതൽ കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയുമെന്ന് ചാണ്ടി ഉമ്മനും വ്യക്തമാക്കി. ചാണ്ടി ഉമ്മന്റെ ആരോപണങ്ങൾക്ക് ഗൗരവം കൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് VD സതീശൻ. തിരുവനന്തപുരത്തു നിന്നും ഷീജയുണ്ട് ഈ ഒരു വാർത്തയുടെ ഇന്നത്തെ പരിപൂർണമായ വിശദാംശങ്ങളുമായി. കോൺഗ്രസിന്റെ പുനഃസംഘടന അത് അനിശ്ചിതമായി തന്നെ നീളുന്നൊരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും നടന്നിട്ടില്ല എന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ചും കരുണാകരന് ഒപ്പം നിന്നവർ, അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടിക്കൊപ്പം നിന്നവർ, ഈ രണ്ട് നേതാക്കൾക്കും ഒപ്പം നിന്നവരെ കൃത്യമായ രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഇതിനകം തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതായാലും എല്ലാവരെയും തുല്യമായി പരിഗണിച്ചു മാത്രമേ പുനഃസംഘടന നടത്താവൂ എന്നുള്ളൊരാവശ്യം ചാണ്ടി ഉമ്മൻ കൂടി പരസ്യ അഭിപ്രായ പ്രകടനമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ നിലവിലിപ്പോൾ ഇന്ന് കെ മുരളീധരൻ പ്രതികരിച്ചത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല. AICCയും KPCCയുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനമെടുക്കേണ്ടത്. പ്രാഥമിക ചർച്ചകൾ പോലും നടന്നിട്ടില്ല. ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നത്, ഇതിന് പിന്നിലെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കെ മുരളീധരൻ പറയുന്നു. പക്ഷേ ഇതിനുള്ളിൽ തന്നെ KPCCയുടെ നേതൃമാറ്റം എന്നുള്ളൊരു വിഷയം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട്. അതിൽ ഒരു വിഭാഗം നേതാക്കൾ, പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിനെ അനുകൂലിക്കുന്ന വിഭാഗവും അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് മറുവിഭാഗം ആരോപിക്കുന്നത്. അതേസമയം മറുവിഭാഗവും കൃത്യമായ രീതിയിൽ തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് വലിയ തോതിലുള്ള തർക്കം ഇതിനകം തന്നെ കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തു വരാനുള്ളൊരു സാധ്യത കൂടിയാണ് നിലനിൽക്കുന്നത്. ഏതായാലും അനിശ്ചിതത്വം നിലനിൽക്കുന്നു എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുനഃസംഘടന അത് വൈകും എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൂടി വരികയാണ്. കാരണം ഈ പ്രശ്നങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പരിഹരിക്കപ്പെട്ട് പുനഃസംഘടനയുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് വലിയ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതെ, തീർച്ചയായും